ഈ ഉമ്മത്തിൽ ഒരു ശിർക്ക് അള്ളാഹുവിന്റെ റസൂൽ പേടിച്ചതുണ്ട്. ഈ ഉമ്മത്തിൽ ഒരു ശിർക്ക്, ആ ശിർക്കിനെ കുറിച്ച് നബി തങ്ങൾ വിശേഷിപ്പിക്കുന്നത് കേവലം പൊതുപ്രയോഗമല്ല, ശിർക്കെന്നല്ല. ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി അശ്ശിർകുൽ ഖഫി. എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഏറ്റവും അധികം ആശങ്കപ്പെടുന്ന കാര്യം അശ്ശിർകുൽ ഖഫി, ഗൂഢമായ ശിർക്ക്. ഉറുമ്പ് പാറപ്പുറത്തരിക്കുന്നത് പോലെ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ, ഒളിത്തട്ടിൽ, മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അരിച്ചുകൊണ്ടിരിക്കുന്ന ശിർക്ക്. മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല, ദീനിൽ നിന്ന് വെളിക്ക് പോകുന്ന ശിർക്കല്ല, അരിച്ചു പോകുന്ന ഖഫിയായ ശിർക്ക്. ഈ ശിർക്കിനെ അള്ളാഹുവിന്റെ റസൂൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദും ഇബ്നു മാജയും നിവേദനം ചെയ്യുന്നുണ്ട്. മഹാനവർകൾ കരയുകയാണ്. കരഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മായുബിക്കീക്, എന്താണ് നിങ്ങൾ കരയുന്നത്? എന്തു കാര്യമാണ് നിങ്ങളെ കരയിച്ചത്? മഹാനവർകൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഉണ്ടാകുന്ന, ഈ സമുദായത്തിലുണ്ടാകുന്ന ശിർക്കും ഖഫിയ്യത്തായ ശഹ്വത്തുമാണ് ഞാൻ കരയാൻ കാരണം. അള്ളാഹുവിന്റെ റസൂൽ ഈ സമുദായത്തെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന്. ശിർക്ക്, ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന ശിർക്ക്, ഈ സമുദായത്തിലുണ്ടാകുന്ന ഖഫിയ്യത്തായ ശഹ്വത്ത്, ഇത് നബിയിൽ നിന്ന് കേട്ടതുകൊണ്ടാണ്, അത് ഈ സമുദായത്തിൽ ഉണ്ടാകുന്നത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹം പറയുന്നു. ഈ ഉമ്മത്തിൽ ശിർക്കും ഖഫിയ്യത്തായ ശഹ്വത്തും ഉണ്ടാകുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചു, നബിയേ, ഈ ഉമ്മത്ത് അങ്ങേക്കു ശേഷം, അങ്ങയുടെ വേർപാടിനു ശേഷം ശിർക്കിലകപ്പെടുമോ? ഇത് ഞാൻ വ്യക്തമായി തന്നെ ചോദിച്ചു. ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ശിർക്കിലകപ്പെടുമോ അവരെന്ന്. അതഖവ്വഫു അലാ ഉമ്മത്തി അശ്ശിർക വശഹ്വതൽ ഖഫിയ്യ. എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ശിർക്കും ഗൂഢമായ മോഹങ്ങളും താല്പര്യങ്ങളുമാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, റസൂലേ, അതുശ്രികു ഉമ്മതുക മിൻ ബഅദിക, തങ്ങൾക്കു ശേഷം തങ്ങളുടെ ഉമ്മത്ത് ശിർക്കിലകപ്പെടുമെന്നാണോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ ശിർക്ക്, നഅം, ശിർക്കിലകപ്പെടുമെന്ന് തന്നെ. പക്ഷേ എന്ത് ശിർക്ക്? നബി തങ്ങൾ വിവരിക്കുന്നു. അമാ ഇന്നഹും ലാ യഅ്ബുദൂന ശംസം വലാ ഖമറൻ വലാ ഹജറൻ വലാ വസനാ. സൂര്യപൂജ അവർ നടത്തുകയില്ല, ചന്ദ്രപൂജ അവർ നടത്തുകയില്ല, കല്ലിനവർ ഇബാദത്ത് ചെയ്യില്ല, ഒരു വിഗ്രഹത്തിനും ഒരു ബിംബത്തിനും അവർ ഇബാദത്ത് ചെയ്യുകയില്ല. വലാകിൻ യുറാഊന ബിഅഅമാലിഹിം, അവരുടെ കർമ്മങ്ങൾ അവർ അല്ലാഹു തആലാക്ക് വേണ്ടി ചെയ്യുന്നതിലുപരി ജനങ്ങളെ കൂടി ലക്ഷ്യമാക്കിക്കൊണ്ട്, ജനങ്ങളുടെ കാഴ്ചയും പ്രീതിയും പ്രശംസയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള റിയാ, ആ റിയാ അവർ നടത്തും എന്ന ശിർക്കാണ് ഈ ഉമ്മത്തിൽ വരുന്ന ശിർക്കെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ ശിർക്കാ ഞാൻ ഭയപ്പെടുന്ന ശിർക്ക്. വിഗ്രഹങ്ങൾക്കുള്ള പൂജയോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഇബാദത്ത് വൈരല്ലയോ ഈ സമുദായത്തിൽ സംഭവിക്കുകയില്ലെന്ന് വളരെ വ്യക്തമായി നബി തങ്ങൾ പറയുന്നു. വശഹ്വത്തുൽ ഖഫിയ്യ, ഇതോടൊപ്പം ഈ സമുദായത്തിൽ ഗൂഢമായി വരുന്ന അവരുടെ മോഹം എന്നത് അൻയുസ്ബിഹ അഹദുഹും സ്വായിമൻ ഫതഅരിദ ലഹു ശഹ്വത്തുൻ മിൻ ശഹവാതിഹി ഫയതുറുക സൗമഹു. നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായി രാവിലെ പ്രഭാതത്തിൽ കിടക്കുന്നു, പെട്ടെന്ന് അയാൾക്ക് ഭൗതികമായ എന്തോ ഒരു താല്പര്യം ഉണരുന്നു. ഈ താല്പര്യപ്രകാരം അയാൾ നോമ്പ് വേണ്ടെന്ന് വെക്കുന്നു, എന്നിട്ട് അയാൾ നോമ്പുകാരനല്ലാതെ ജീവിക്കുന്നു. ഇவ்விധം ഇബാദത്തുകളിലേക്ക് ആശയോടുകൂടെ രംഗത്ത് വന്ന് ചില പ്രത്യേക ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ഇബാദത്തുകൾ ഒഴിവാക്കുന്ന ഗുപ്തമായ ഗൂഢമായ മോഹങ്ങളും ഭൗതിക താല്പര്യങ്ങളുമാണ് ഈ സമുദായത്തിലെ ശഹ്വത്ത് ഖഫിയ്യ കൊണ്ട് ഉദ്ദേശ്യമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം അഹ്മദും ഇബ്നു മാജയും നിവേദനം ചെയ്യുന്നുണ്ട്. ഇത്ര വ്യക്തമായി ഈ സമുദായത്തിൽ വരാൻ വല്ല ശിർക്കുമുണ്ടെങ്കിൽ അത് ലോകമാന്യമെന്ന പേരിൽ നമ്മൾ പറയുന്ന ഈ ലോകത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത, ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും നാം മാറ്റിയെടുക്കേണ്ട, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് കൊണ്ട് അമൽ കൊണ്ട് ലക്ഷ്യമാക്കുക എന്നതിൻ്റെ അപ്പുറമുള്ള സാധാരണ മുസ്ലിമീങ്ങൾക്കൊക്കെ വരാവുന്ന റിയാ മാത്രമാണെന്നും അതിന് ഖഫിയായ ശിർക്ക് എന്നാണ് പേര് പറയേണ്ടതെന്നും അള്ളാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചിട്ട് മില്ലത്തിൽ നിന്ന്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്ക് ഈ സമുദായത്തിന്റെ പേരിൽ ആരോപിക്കുന്നവർ ഏത് നബിയുടെ സമുദായത്തിൽപ്പെട്ടവരാണ്?
ഏത് നബിയുടെ പ്രവചനമാണ് അവർ സമുദായത്തെ പേടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്നത്? മുത്തുനബിയുടേതല്ല ആ ദീൻ. മുത്തുനബി പേടിച്ചിട്ടില്ല ഈ സമുദായത്തിന്റെ മേൽ ശിർക്ക്. അത്തരം ഒരു ശിർക്കാണ് ആരോപിക്കുന്നത് ഈ ഉമ്മത്തിന്റെ പേരിൽ.